സിമ്പിളായിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ക്രീം ഓവർ ബീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ഐസ്ക്രീം തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ഉണ്ടാക്കുന്നതിൽ ഐസ്ക്രീമിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് മാംഗോ ഐസ്ക്രീമിന് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് വേണ്ടിയത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മാംഗോസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവണ വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് ചൂടൊക്കെ അറിയതിനു ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി കേക്കിലേക്ക് ചെയ്തായതുകൊണ്ട് തന്നെ ക്രീം നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ പൾപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ചേർത്താൽ നമ്മൾ ഐസ്ക്രീം ഒന്നുകൂടി ടേസ്റ്റി ആവും. ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ദെൻ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോയിൽ നിന്ന് കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഷുഗർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഐസ്ക്രീമിന്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്താൽ നമ്മൾ ഐസ്ക്രീമിന്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ചങ്ക്സ് പോലെ കഴിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഐസ്ക്രീമിന്. ഇങ്ങനെ സോട്ട് ചെയ്തെടുത്ത മാംഗോക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പിന്നെ എന്താ, ലാസ്റ്റ് ഒരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ മാംഗോൻ്റെ പീസസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. പിന്നെ നേരെ ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് മുഴുവനും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും നല്ല ക്ഷമ ഉള്ളതുകൊണ്ട് തന്നെ നേരെ വെളുത്തേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? എനിക്കാണോ സ്കൂപ്പറിനാണോ പ്രശ്നം എന്നറിയില്ല. രണ്ടാളും അങ്ങോട്ട് ഒത്തു പോണില്ല. അപ്പം എങ്ങനെയാണേലും നമ്മൾ ഐസ്ക്രീം സെറ്റാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്നേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. സീരിയസ്ലി ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.